ഋഷികുമാർ ശുക്ലയെ പുതിയ CBI ഡയറക്ടറായി തിരഞ്ഞെടുത്തു. 1983 ബാച്ച് IPSകാരനും മധ്യപ്രദേശ് മുൻ DGPയുമാണ് ഋഷികുമാർ ശുക്ലെ. പ്രധാനമന്ത്രി അധ്യക്ഷനായ സെലക്ഷൻ സമിതിയാണ് ഡയറക്ടറെ തിരഞ്ഞെടുത്തത്. ഡയറക്ടറെ തീരുമാനിക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധ്യക്ഷനായ സമിതി വെള്ളിയാഴ്ച ചേർന്നെങ്കിലും തീരുമാനം ഉണ്ടായിരുന്നില്ല. ഡയറക്ടർ സ്ഥാനത്തേക്ക് CBI മേധാവിയെ ഉടൻ നിയമിക്കണമെന്നും താൽക്കാലിക ഡയറക്ടർക്ക് ദീർഘകാലം പ്രവർത്തിക്കാൻ കഴിയില്ല എന്നും സുപ്രീം കോടതി ഇന്നലെ കർശന നിർദ്ദേശം നൽകിയിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് മല്ലികാർജുൻ ഖാർഗെയുടെ എതിർപ്പ് അവഗണിച്ചും പുതിയ ഡയറക്ടറെ പ്രഖ്യാപിച്ചത്. അലോക് വർമ്മയെ CBI ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് നീക്കിയതിനെ തുടർന്നാണ് പുതിയ നിയമനം. ഏറെ വിവാദങ്ങൾക്കൊടുവിലാണ് CBIയെ നയിക്കാൻ പുതിയ ആളെ സെലക്ഷൻ സമിതി യോഗം കണ്ടെത്തുന്നത്. മുൻപ് 2 തവണ ഡയറക്ടർക്കായി സെലക്ഷൻ സമിതി ചേർന്നിരുന്നുവെങ്കിലും നിയമനം നടത്താൻ ആയിരുന്നില്ല. സെലക്ഷൻ സമിതി യോഗം ഏറ്റവും യോഗ്യരായ 5 ഉദ്യോഗസ്ഥരുടെ ചുരുക്കപ്പട്ടിക തയ്യാറാക്കിയപ്പോൾ മല്ലികാർജുൻ ഖാർഗെ എതിർത്തു. ഏതായാലും ആ ലിസ്റ്റിൽ തന്നെയാണ് ഇപ്പോൾ ഋഷികുമാർ ശുക്ലയെ കണ്ടെത്തി നിയമനം നൽകിയിരിക്കുന്നത്. ജാവേദ് അഹമ്മദിനെയായിരുന്നു കോൺഗ്രസ് മുന്നോട്ട് വച്ചിരുന്നത്. എങ്കിലും ഋഷികുമാർ ശുക്ലയും ഖാർഗെ എതിർത്തില്ല എന്നും റിപ്പോർട്ടുകളുണ്ട്. 2 വർഷമാണ് CBI ഡയറക്ടർക്ക് കാലാവധി ഉണ്ടാവുക. അഴിമതി നടത്തിയതിന് തെളിവുകൾ ഉണ്ടെന്ന CVC റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ CBI ഡയറക്ടറായിരുന്ന അലോക് വർമ്മയെ നീക്കം ചെയ്തതിനെ തുടർന്നാണ് പുതിയ മേധാവിയെ കണ്ടെത്തേണ്ടി വന്നത്. അലോക് വർമ്മയെ അർദ്ധരാത്രിയിൽ നീക്കിയ സർക്കാർ നടപടി ശരിയല്ല എന്ന് കണ്ടെത്തിയ സുപ്രീം കോടതി സെലക്ഷൻ സമിതിക്ക് മാത്രമേ അതിന് അധികാരമുള്ളൂ എന്ന് വിധിച്ചു. പിന്നീട് സെലക്ഷൻ സമിതിയിൽ പ്രധാനമന്ത്രിയും ചീഫ് ജസ്റ്റിസിന്റെ പ്രതിനിധിയായി എത്തിയ ജസ്റ്റിസ് സിക്രിയും അലോക് വർമ്മയെ പുറത്താക്കാൻ തീരുമാനം എടുക്കുകയായിരുന്നു. തെരഞ്ഞെടുപ്പെടുത്ത സാഹചര്യത്തിൽ നിലവിൽ സുപ്രധാന പദവികളിൽ ഇരിക്കുന്നവരെ ഡയറക്ടർ ആക്കേണ്ടെന്നായിരുന്നു സർക്കാർ തീരുമാനം. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രമുഖരായ പലർക്കും നിയമനം ലഭിക്കാതെ പോയത്. മധ്യപ്രദേശ് DGPയായിരുന്ന ഋഷികുമാർ ശുക്ലയെ 3 ദിവസം മുൻപാണ് മധ്യപ്രദേശ് സർക്കാർ DGP സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്തത്. പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതാധികാര സമിതി യോഗത്തിൽ മല്ലികാർജുൻ ഖാർഗെയുടെ വിയോജിപ്പ് തള്ളിക്കളഞ്ഞാണ് CBI മേധാവി സ്ഥാനത്ത് നിന്നും അലോക് വർമ്മയെ നീക്കിയത്. ജനുവരി 10-ന് പുതിയ മേധാവി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്ന 12 പേരുടെ പട്ടിക തയ്യാറാക്കിയിരുന്നു. CBI മേധാവി സ്ഥാനത്ത് ആദ്യ വനിതയായി മിത്ര എത്തുമെന്ന തരത്തിലും അഭ്യൂഹങ്ങൾ പരന്നിരുന്നു. ഗുജറാത്ത് DGP ശിവാനന്ദ് ഝാ, YC മോദി, ഹരിയാന വിജിലൻസ് മേധാവി പദ്മേന്ദർ റായ്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ക്രിമിനോളജി ആൻഡ് ഫോറൻസിക് സയൻസ് മേധാവി ജാവേദ് അഹമ്മദ് തുടങ്ങി കേരള പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റയുടെ പേര് വരെ പരിഗണനയിൽ ഉണ്ടായിരുന്നു എന്നാണ് വാർത്തകൾ വന്നത്. CBI മേധാവി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്നവരുടെ പട്ടിക നേരത്തെ കൈമാറണമെന്നാവശ്യപ്പെട്ട് മല്ലികാർജുൻ ഖാർഗെ പ്രധാനമന്ത്രിക്ക് കത്തും അയച്ചിരുന്നു. സർക്കാരിന് രാഷ്ട്രീയ താൽപ്പര്യമുള്ളവരെ CBI മേധാവിയാക്കാൻ അനുവദിക്കില്ല എന്ന ഉറച്ച നിലപാടിലായിരുന്നു ഖാർഗെയും. ഖാർഗെയുടെ എതിർപ്പുകളെ വകവയ്ക്കാതെയാണ് പുതിയ CBI ഡയറക്ടർ സ്ഥാനത്തേക്ക് ശുക്ലയെ തിരഞ്ഞെടുത്തത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.